ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളിലക്കാട്ട് പാരമ്പര്യ ആയുർവേദ ചികിത്സാലയത്തിലാണ്. അതിൻ്റെ സാരഥിയായിട്ടുള്ള അഗസ്റ്റിൻ വൈദ്യരെ പരിചയപ്പെടാം. ജ്വരം മുതൽ അർബുദം വരെ 4400-ൽ പരം രോഗങ്ങളുടെ വിശദീകരണമാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആവശ്യമായ ഔഷധത്തെ നിർമ്മിച്ച് ചികിത്സിച്ചാൽ ഇന്ന് ഇവിടെ കാണുന്ന മിക്കവാറും രോഗങ്ങളെല്ലാം ആയുർവേദ ചികിത്സ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതാണ്. ആ പാരമ്പര്യ വൈദ്യരംഗത്ത് ഇപ്പോൾ 4ാമത്തെ തലമുറയാണ്. എൻ്റെ പിതാവും പിതാമഹനും ഒക്കെ ആയുർവേദ വൈദ്യന്മാരായിരുന്നു. സ്വന്തമായിട്ട് ഔഷധം നിർമ്മിച്ച് ചികിത്സിക്കുന്നവരുമായിരുന്നു. ഞാനിപ്പോൾ റിട്ടയർഡാണ്. അതുകൊണ്ട് ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു ജോലിയായി തീർന്നതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം വീട്ടിൽ വരുന്ന രോഗികളെ മാത്രമേ ചികിത്സിക്കുന്നുള്ളൂ. കാരണം ഗുണനിലവാര നിഷ്കർഷയോടെ ഔഷധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമായിട്ടും തീർന്ന കാലമായി. എന്താണെന്ന് ചോദിച്ചാൽ ഔഷധങ്ങളുടെ ലഭ്യത കുറവ്, രണ്ടാമതായിട്ട് രോഗികൾ വന്നെത്തുന്നത് അതിൻ്റെ അസാധ്യത്തിൻ്റെ സമയമായി കഴിയുമ്പോഴായിരിക്കും മിക്കവാറും രോഗികൾ വൈദ്യനെ അന്വേഷിച്ചെത്തുന്നത്. അപ്പോൾ ചികിത്സ ദുഷ്കരമായിട്ട് മാറുന്നത് കൊണ്ടാണ് അതിൻ്റെ സാധ്യവശങ്ങൾ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ആയുർവേദ ചികിത്സയിൽ നിന്നും പടിപടിയായിട്ട് പുറകോട്ട് മാറുന്നതിൻ്റെ കാരണം. രോഗം വാതപിത്ത കഫാജസ്യ അഭിഘാതഞ്ച അഭിചാരസ്യ എന്നാണ് ആയുർവേദ ശാസ്ത്രം അടിസ്ഥാന തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രോഗം വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ മൂലവും, അഭിഘാതം എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിൽ പറ്റുന്ന ചതവും, അഭിചാരം എന്ന് പറഞ്ഞാൽ കൃത്രിമമായ മാർഗങ്ങളിൽ കൂടി രോഗം ഉത്ഭവിക്കുന്നതിനെ പറ്റിയാണ് സൂചിപ്പിച്ചത്. ഈ 3 കാര്യങ്ങളും അടിസ്ഥാന തത്വങ്ങളാണ് ആയുർവേദത്തിലെ. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ആയുർവേദ ചികിത്സ ബുദ്ധിമുട്ടാണ്.